മുംബൈയിലെ അന്ധേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്നലെ നടി ഷഫാലി ജാരിവാല ഒരു ബിഗ് ബോസ് താരമായിരുന്നു, മാത്രമല്ല അടിയപ്പെട്ട മോഡലാണ്. യുവത്വം നിലനിർത്താനുള്ള ചികിത്സ ഇവർ നടത്തിയിരുന്നതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 8 വർഷമായി എല്ലാ മാസവും അവർ കുത്തിവയ്പ് എടുക്കും. കുത്തിവയ്പ്പിന് ഉപയോഗിച്ച വയലുകൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഒരു മാർഗ്ഗദീപമാകട്ടെ, പാഠമാകട്ടെ. പല ആൾക്കാരും ഇപ്പോൾ പോയിട്ട് ഒരുപാട് തിന്നാതിരിക്കാൻ വേണ്ടി കുടൽ മുറിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിച്ച് കളയാൻ വേണ്ടിയാണോ കർത്താവ് തന്നിരിക്കുന്നത് എനിക്കറിയില്ല. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ്, ഇങ്ങനെയുള്ളവർ മുംബൈയിലും കാര്യമായിട്ടുണ്ടോ ഇങ്ങനെ ഈ പ്രകൃതി തന്നിരിക്കുന്ന കാര്യം കത്തിച്ച് കളയുക എന്നുള്ളത്? വെള്ളിയാഴ്ച രാത്രിയോടെയാണ്, ഏതാണ്ട് 11 മണിയോടെയാണ് ഈ ഷഫാലി ജാരിവാലയെ അബോധാവസ്ഥയിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിക്കുമ്പോഴേക്ക് തന്നെ അവർ മരിച്ചിരുന്നു. ഡോക്ടർമാർ അവിടെ എത്തിയത് പിന്നാലെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രാഥമികമായി ഇതൊരു ഹൃദയാഘാതം എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം ഷഫാലി ജാരിവാലയുടെ വസതിയിലേക്ക് പോവുകയും ഫോറൻസിക് സംഘം അടക്കം അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിലാണ് കുറച്ച് പുതിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിൽ പ്രധാനം യുവത്വം നിലനിർത്താനുള്ള ചികിത്സ ഷഫാലി കഴിഞ്ഞ 8 വർഷമായി നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു ഡോക്ടർ തന്നെ ഉപദേശിച്ചു കൊടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ മാസവും ഇതിനുള്ള മരുന്നുകൾ അവർ കുത്തിവെപ്പായി എടുക്കാറുണ്ടായിരുന്നു. അതിന്റെ വയലുകളും മറ്റും ഈ മരുന്നുകളും മറ്റും അവരുടെ വീട്ടിൽ നിന്ന്, മുറിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിറ്റാമിൻ ഗുളികകളും മറ്റുമൊക്കെ അമിതമായി ഇവർ സംഭരിച്ച് വെച്ചതും കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ പോലീസ് പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ഗ്യാസ്ട്രിക് മരുന്നുകളും ഈ മുറിയിൽ നിന്ന് കിട്ടി എന്നതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ മരണം നടന്ന ദിവസം ഷഫാലിയുടെ വീട്ടിൽ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ അന്ന് ഉപവസിക്കുകയാണ്, അന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ഈ മരുന്ന് കുത്തിവെച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത്. അങ്ങനെ രാത്രിയോടെ അവരുടെ ആരോഗ്യനില മോശമായി, ശരീരത്തിൽ വിറയലും മറ്റും അനുഭവപ്പെട്ടു. പിന്നാലെ ബോധരഹിതയാവുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ മരുന്നുകൾ തന്നെയാണോ ഈ മരണത്തിന് കാരണമായത് എന്നത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്കതിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയൂ. പക്ഷേ പ്രാഥമികമായി അത്തരം ചില സൂചനകളാണ് ഈ പരിശോധനകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ആൾക്കാർ ഈ അനുഭവം ശരിയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.